ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ഐഫർ CUT ട്രാക്ക്. അങ്ങനെ നമ്മുടെ CUT UG എക്സാമിങ് എത്തിയില്ലേ? അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സും പിന്നെ നിങ്ങൾക്ക് എക്സാമിന് 100% പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസും ആയിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ വരിക. സോ ഇന്നത്തെ ഫാസ്റ്റ് ട്രാക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്നുള്ളത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് എല്ലാവർക്കും അറിയുന്ന ഒരു ടോപ്പിക് ആയിരിക്കും. എന്താണ് ഈ പ്രോഫിറ്റ്? നമ്മൾ നോക്കാം. അതായത് 100 രൂപയ്ക്ക് നമ്മൾ ഒരു ബാഗ് വാങ്ങി, 100 രൂപയ്ക്ക് ഒരു ബാഗ് വാങ്ങി 150 രൂപയ്ക്ക് ആ ബാഗ് വിറ്റുവെങ്കിൽ 50 രൂപ പ്രോഫിറ്റ് കിട്ടിയത് പറയൂ അല്ലെ. ഇവിടെ 100 രൂപ എന്നുള്ളത് വാങ്ങുന്ന വിലയെ നമ്മൾ CP എന്നാണ് പറയാ. ആൻഡ് വിൽക്കുന്ന വിലയെ, അതായത് ഈ 150 രൂപയെ SP എന്നാണ് പറയാ. ദാറ്റ് ഈസ് സെല്ലിംഗ് പ്രൈസ്. CP എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസ് ആണ്, SP എന്ന് പറഞ്ഞാൽ സെല്ലിംഗ് പ്രൈസ് ആണ്. അപ്പൊ നമ്മൾ 50 രൂപ പ്രോഫിറ്റ് ഉണ്ടായി എന്ന് പറഞ്ഞു. അപ്പൊ പ്രോഫിറ്റ് എങ്ങനെയാണ് നമ്മൾ കണ്ടത്? 150 മൈനസ് 100 കണ്ടപ്പോഴാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടിയത് അല്ലെ. അപ്പൊ പ്രോഫിറ്റ് കാണാനുള്ള ഇക്വേഷൻ P is equal to SP മൈനസ് CP ആണ്. അതുപോലെ തന്നെ ലോസ് ഉണ്ടാവുക എപ്പോഴാണ്? 100 രൂപയ്ക്ക് തന്നെ ആ ഒരു ബാഗ് വാങ്ങിയിട്ട് 80 രൂപയ്ക്കാണ് നിങ്ങൾ വിൽക്കുന്നതെങ്കിൽ 20 രൂപ ലോസ് ആണ് എന്ന് പറയാം അല്ലെ. 20 രൂപ ലോസ് ആണ് ഉണ്ടായത് എന്ന് പറയാം. അപ്പൊ എങ്ങനെയാണ് ഇവിടെ ലോസ് കിട്ടിയത്? നമ്മൾ ഇത് CP ആണ്, ഇത് SP ആണ്. CP യിൽ നിന്ന് SP കുറച്ചപ്പോ ആണ് നമുക്ക് 20 കിട്ടിയത് അല്ലെ. അപ്പൊ എന്താണ് ലോസ് കാണാനുള്ള ഇക്വേഷൻ? എന്തായിരിക്കും? CP മൈനസ് SP ആണ്. സോ പ്രോഫിറ്റ് കാണാനുള്ള ഇക്വേഷൻ SP മൈനസ് CP ആണ്, അതായത് സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ആണ്. ആൻഡ് ലോസ് കാണാനുള്ള ഇക്വേഷൻ കോസ്റ്റ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ് ആണ്. ഓക്കെ, പിന്നെ നമ്മളോട് ചോദിക്കുന്ന പ്രോഫിറ്റ് പെർസെൻറ്റേജും ലോസ് പെർസെൻറ്റേജും ആണ് നമ്മളോട് ഈ ഒരു ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻ വരിക. പ്രോഫിറ്റ് പെർസെൻറ്റേജ് കാണാനുള്ള ഇക്വേഷൻ ആണ് P പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു P by CP into 100 എന്നുള്ളത്. ദെൻ ലോസ് പെർസെൻറ്റേജ് കാണാനുള്ള ഇക്വേഷൻ L പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു L by CP into 100 എന്നാണ്. അതായത് ബൈ CP into 100 എല്ലാത്തിലും രണ്ടിലും സെയിം ആണ് കേട്ടോ. അപ്പൊ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണെങ്കിൽ P by CP into 100, ലോസ് പെർസെൻറ്റേജ് ആണെങ്കിൽ L by CP into 100. ദെൻ ലാസ്റ്റ് നമുക്ക് ഒരു ഇക്വേഷനൂടെയാണ് നമുക്ക് നോക്കാനുള്ളത്. അതായത് നമുക്ക് പ്രോഫിറ്റ് പെർസെൻറ്റേജ് നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ലോസ് പെർസെൻറ്റേജ് ഓൾറെഡി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് പറയാണ് നിങ്ങൾ സെല്ലിംഗ് പ്രൈസ് കാണണം അല്ലെങ്കിൽ കോസ്റ്റ് പ്രൈസ് കാണണം എന്ന് പറയുന്ന കേസിൽ നമ്മൾ എടുക്കേണ്ട ഇക്വേഷൻ ഏതാന്ന് വെച്ചാൽ ഈ ഒരു ഇക്വേഷൻ ആണ്. അതായത് SP by CP is equal to പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണ് നമുക്ക് തന്നതെങ്കിൽ SP by CP is equal to 100 plus P percentage divided by 100. SP by CP is equal to 100 plus P percentage divided by 100. And എന്താണ് നമുക്ക് ലോസ് പെർസെൻറ്റേജ് ആണ് നമുക്ക് തന്നിട്ടുള്ളത് എങ്കിൽ നമ്മൾ കാണേണ്ട ഇക്വേഷൻ എന്ന് വെച്ചാൽ SP by CP is equal to 100 minus L percentage divided by 100. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ടും സെയിം ഇക്വേഷൻ ആണ്. പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണെങ്കിൽ ഇവിടെ പ്ലസ് സൈൻ ആയിരിക്കും, ആൻഡ് ലോസ് പെർസെൻറ്റേജ് ആണെങ്കിൽ ഇവിടെ മൈനസ് സൈൻ ആയിരിക്കും. അതൊന്ന് ശ്രദ്ധിക്കാം. അപ്പൊ ഇത്രയും ഇക്വേഷൻസ് മാത്രമേ നിങ്ങൾക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ പഠിക്കാനുള്ളൂ. ഓക്കെ, ദെൻ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് നോക്കാം അല്ലേ. ബൈ സെല്ലിംഗ് ആൻ ആർട്ടിക്കിൾ ഫോർ ₹441, എ പേഴ്സൺ ഗെയിൻ 5% പ്രോഫിറ്റ് ഫൈൻഡ് ദ കോസ്റ്റ് പ്രൈസ് എന്നാ പറഞ്ഞത്. അതായത് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് സെല്ലിംഗ് പ്രൈസ് എത്രയാണെന്ന് തന്നിട്ടുണ്ട് അല്ലെ. സെല്ലിംഗ് ആൻ ആർട്ടിക്കിൾ ഫോർ RS 441 എന്ന് പറയുമ്പോൾ 441 ആണ് നമ്മുടെ സെല്ലിംഗ് പ്രൈസ് എന്നുള്ളത്. എ പേഴ്സൺ ഗെയിൻ 5% പ്രോഫിറ്റ്. അപ്പൊ പ്രോഫിറ്റ് P എന്ന് പറയുന്നത് എന്താണ്? P പെർസെൻറ്റേജ് എന്ന് പറയുന്നത്, പ്രോഫിറ്റ് പെർസെൻറ്റേജ് P പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 5 ആണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ സെല്ലിംഗ് പ്രൈസ് ഓർ കോസ്റ്റ് പ്രൈസ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് SP by CP is equal to 100 plus P percentage divided by 100 ആണ് അല്ലെ. അപ്പൊ ഇവിടെ നമുക്കറിയാം SP എന്താണ്? 441 ആണ്. ബൈ CP is equal to 100 പ്ലസ് P പെർസെൻറ്റേജ് എത്രയാണ്? 5 ആണ് അല്ലെ. 100 plus 5 ഡിവൈഡഡ് ബൈ 100 ആണ്. സോ നമുക്ക് ഇവിടെ CP ആണ് കാണേണ്ടത് അല്ലെ. CP ആണ് കാണേണ്ടത്. ദെൻ നമുക്ക് 100നെ ഇങ്ങോട്ട് കൊണ്ടുപോയാൽ 441 into 100 ആവും. ആൻഡ് 105നെ നമ്മൾ ഈ ഭാഗത്തോട്ട് കൊണ്ടുപോയാൽ ഡിവൈഡഡ് ബൈ 105 എന്നാവും. ദെൻ ദാറ്റ്സ് ഈക്വൽ ടു CPനെ നമ്മൾ ഈക്വൽ ടുവിന്റെ ഈ സൈഡിലോട്ട് കൊണ്ടുപോയാൽ ഇൻറ്റു CP ഇതാവും അല്ലെ. അപ്പൊ CP മുകളിലോട്ട് വരും. അപ്പോ 441 ഈക്വൽ ടു CP എന്ന് കിട്ടും. സോ ഇത് നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 420 കിട്ടും. 420 is equal to CP എന്ന് കിട്ടും. സോ നമ്മളെ കോസ്റ്റ് പ്രൈസ് ഇതിൽ എന്താന്ന് വെച്ചാൽ 420 ആണ്. അപ്പൊ ഇങ്ങനെയാണ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കാണാം. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ നോക്കാം. ആൻ ആർട്ടിക്കിൾ വാസ് സോൾഡ് ഫോർ എൻ എമൗണ്ട് ഓഫ് ₹1020
If it was purchased for Rs 1200, find the percentage of profit or loss എന്ന് പറഞ്ഞത്. ഇങ്ങനത്തെ ക്വസ്റ്റ്യനിൽ അതായത് പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഓർ ലോസ് പെർസെൻറ്റേജ് ആ കാണാൻ പറഞ്ഞതെങ്കിൽ എന്താണ്, നമുക്ക് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണ് എന്ന് നമുക്ക് പറഞ്ഞിട്ടില്ല, ലോസ് പെർസെൻറ്റേജ് ആണ് എന്ന് പറഞ്ഞിട്ടില്ല, ഏതെങ്കിലും ഒന്ന് കാണാനാണ് നിങ്ങളോട് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ പ്രോഫിറ്റ് ആണോ ഉണ്ടായത് ലോസ് ആണോ ഉണ്ടായത് എന്ന് ആദ്യം കാണാം. പ്രോഫിറ്റ് ആണോ ഉണ്ടായത് ലോസ് ആണോ ഉണ്ടായത് എന്ന് കാണാം. ദെൻ എന്ത് ചെയ്യുക, പ്രോഫിറ്റ് ആണെങ്കിൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ് കാണുക, ലോസ് ആണെങ്കിൽ ലോസ് പെർസെൻറ്റേജ് കാണുക കേട്ടോ. അപ്പൊ എന്താണ് നമുക്ക് നോക്കാം, ഇവിടെ പ്രോഫിറ്റ് ആണോ ഉണ്ടായത് ലോസ് ആണോ ഉണ്ടായത്. an article sold for an amount of 1020 എന്ന് പറയുമ്പോൾ സെല്ലിംഗ് പ്രൈസ് എന്താണ് 1020 ആണ്. ദെൻ പർച്ചേസ് ഫോർ 1200, ഇയാൾ പർച്ചേസ് ചെയ്ത് എത്ര രൂപയ്ക്കാണ് 1200 അപ്പൊ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 1200 ആണ്. ദെൻ ഫൈൻഡ് ദ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ആണ്. അപ്പൊ എന്താണ് 1200 രൂപയ്ക്ക് വാങ്ങിയിട്ട് 1020 രൂപയ്ക്ക് വിൽക്കുകയാണെന്ന് വെച്ചോ. 1200 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങിയിട്ട് 1020 രൂപയ്ക്ക് അത് വിൽക്കുകയാണെങ്കിൽ എന്താണ്, ചെറിയ വിലക്കാണ് അല്ലെ വിറ്റത്. 1200 രൂപയ്ക്ക് വാങ്ങിയിട്ട് 1020 രൂപയ്ക്കാണ് വിറ്റത്. അപ്പൊ എന്താണ് അവിടെ ലോസ് ആണ് അല്ലേ ഉണ്ടായത്, ലോസ് അല്ലേ ഉണ്ടായത്. അതായത് 1200 മൈനസ് 1020, അതായത് 180 റുപ്പീസ് ലോസ് ആണ് ഉണ്ടായത്. 180 റുപ്പീസ് ലോസിലാണ് അയാൾ സെല് ചെയ്തത്. സോ നമുക്ക് എന്തായിരിക്കും കാണാൻ ഉണ്ടാവുക, ലോസ് പെർസെൻറ്റേജ് ആണ് കാണാൻ ഉണ്ടാവുക. ലോസ് പെർസെൻറ്റേജ് എന്ന് പറയുമ്പം L/CP × 100 അല്ലേ. അതായത് 180 ഡിവൈഡഡ് ബൈ CP എന്ന് പറയുന്നത് എത്രയാണ് 1200 × 100. 0 കട്ട് 180/12 എന്ന് പറയുന്നത് 15% അല്ലെ. അപ്പൊ ഇവിടെ ലോസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ് 15% ആണ്. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യനിൽ ആദ്യം പ്രോഫിറ്റ് ആണോ ലോസ് ആണോ അവിടെ ഉണ്ടായത് എന്ന് കാണുക. ദെൻ എന്ത് ചെയ്യുക, പ്രോഫിറ്റ് ആണെങ്കിൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ് കാണുക, ലോസ് ആണെങ്കിൽ ലോസ് പെർസെൻറ്റേജ് കാണാം. ഓക്കെ. എ മാൻ പർച്ചേസ് an old typewriter for ₹200 and spent 200 rupees on its repairing. He sold it for ₹1,680. Find the profit percentage എന്നാ പറഞ്ഞത്. അതായത് 1200 രൂപയുടെ ഒരു പഴയ ടൈപ്പ് റൈറ്റർ ഒരാൾ വാങ്ങി. ദെൻ 200 രൂപ അതിന്റെ മുകളിൽ അതിന്റെ റിപ്പയറിങ്ങിന് വേണ്ടിയിട്ട് അയാൾ സ്പെൻഡ് ചെയ്തു. അപ്പൊ ആകെ അയാൾക്കായ കോസ്റ്റ് പ്രൈസ് എത്ര, കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് വാങ്ങിയ വില എന്നാ അല്ലെ, അയാൾക്ക് ചെലവായ വില. കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ വാങ്ങിയ വിലയാണ്. അപ്പൊ ഇവിടെ വാങ്ങിയ വില എന്ന് പറയുന്ന 1200 മാത്രമല്ല, 200 രൂപ എക്സ്ട്രാ അയാൾക്ക് ചെലവായിട്ടുണ്ട്. അപ്പൊ ഇവിടെ CP എന്ന് പറയുന്നത് എന്താണ് 1200 + 200 ആയിരിക്കും. അതായത് 1400 രൂപ ആകെ അയാൾക്ക് വാങ്ങാൻ വേണ്ടി ചിലവായ രൂപ. ദെൻ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സെല്ല് ചെയ്തത് 1680 രൂപയ്ക്ക് അല്ലെ. ഓക്കെ, 1680 രൂപയ്ക്കാണ്. ദെൻ നമുക്ക് പ്രോഫിറ്റ് കാണാം. പ്രോഫിറ്റ് എത്രയാണ് അയാൾക്ക് പ്രോഫിറ്റ് ഉണ്ടായത് 1680 മൈനസ് 1400 280 അല്ലെ. 280 ആണ് പ്രോഫിറ്റ് ഉണ്ടായത്. ദെൻ നമ്മളോട് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. പ്രോഫിറ്റ് പെർസെൻറ്റേജ് എങ്ങനെയാ കാണുക, പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു P/CP × 100. P/CP × 100 അതായത് പ്രോഫിറ്റ് എത്രയാണ് 280 ഡിവൈഡഡ് ബൈ CP എന്ന് പറഞ്ഞാൽ 1400 × 100. ഇപ്പൊ 0 കട്ട് 280/14 എന്ന് പറയുമ്പോൾ 20. അപ്പൊ 20% ആണ് എന്ത് പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇങ്ങനെയാണ് അയാൾ ഒരു സാധനം വാങ്ങിയിട്ട് അതിന്റെ റിപ്പയറിങ്ങിൽ എന്തെങ്കിലും ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ അതും കോസ്റ്റ് പ്രൈസിൽ വരും. അത്രയും രൂപ അയാൾക്ക് ഓൾറെഡി വാങ്ങാൻ വേണ്ടി ചെലവായിട്ടുണ്ട്. അതും കഴിച്ചിട്ടാണല്ലോ നമ്മൾ എന്ത് ചെയ്യാം, സെല്ലിംഗ് പ്രൈസ് നോക്കുക. ഓക്കെ. അപ്പൊ അതും കൂടി CPയിൽ ആഡ് ചെയ്യേണ്ടതുണ്ട് കേട്ടോ. സോ അത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നോക്കാനുള്ളത്. അതായത് പ്രോഫിറ്റ് എന്താന്ന് നോക്കുക, ആ ഒരു എക്സാമ്പിൾ വെച്ച് തന്നെ നോക്കുക. പ്രോഫിറ്റ് എന്താണ് നോക്കുക, ലോസ് എന്താണെന്ന് നോക്കുക. ദെൻ പ്രോഫിറ്റ് പെർസെൻറ്റേജ് കാണാനുള്ള ഇക്വേഷൻ, ലോസ് പെർസെൻറ്റേജ് കാണാനുള്ള ഇക്വേഷൻ അതെന്തായിരുന്നു P/CP × 100 L/CP × 100. ദെൻ എന്താണ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഓർ ലോസ് പെർസെൻറ്റേജ് തന്നിട്ടുണ്ടെങ്കിൽ CPയും SPയും കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു, എന്താണ് ലോസ് പെർസെൻറ്റേജ് ആണ് തന്നതെങ്കിൽ SP/CP is equal to 100 minus L percentage divided by 100 and profit percentage ആണ് തന്നതെങ്കിൽ എന്താണ് SP/CP is equal to 100 plus P percentage divided by 100. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ പഠിക്കാനുള്ളത്. അപ്പോൾ പുതിയ ടോപ്പിക്കുമായിട്ട് നമ്മൾ വീണ്ടും ഓരോ വീഡിയോയിൽ വരും.
അപ്പൊ എല്ലാരും നല്ലോണം പഠിക്കുക കേട്ടോ. ബൈ ബൈ.